എവ്രി വൺ. ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് തോട്ടിൻ്റെ മൊഡ്യൂൾ 3 ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഇക്കണോമിക് തോട്ടിലെ കുറച്ച് തിങ്കേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി പഠിക്കാനുള്ള തിങ്കർ എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ്. 1771 to 1858 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ബ്രിട്ടീഷ് ഉട്ടോപ്യൻ സോഷ്യലിസം എന്നാണ്. ബ്രിട്ടീഷ് ഉട്ടോപ്യൻ സോഷ്യലിസത്തിൻ്റെ പിതാവ് എന്നാണ് റോബർട്ട് ഓവൻ അറിയപ്പെടുന്നത്. ഒരു സാമൂഹികമായിട്ടുള്ളൊരു തത്വചിന്തകനും വളരെയധികം ഇൻ്റലക്ച്വലും ഒരു ട്രേഡ് യൂണിയൻ്റെ നേതാവും അതുപോലെ കോർപ്പറേഷൻ, എഡ്യൂക്കേഷൻ, അതിൻ്റെയൊക്കെ തന്നെ പലതരത്തിലുള്ള റവല്യൂഷൻ്റെ ഒക്കെ തന്നെ ആ ഒരു പരിഷ്കരണത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒക്കെ തന്നെ വക്താവായിരുന്നു റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ഇനക്വാളിറ്റീസ്, അതായത് അവിടെ ഉണ്ടാവുന്ന ഇനക്വാളിറ്റീസിനെതിരെയും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ടോട്ടലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രശ്നങ്ങളെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഷേപ്സ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. അതായത് വ്യക്തികൾ എന്ന് പറയുന്ന അവരുടെ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് രൂപപ്പെട്ടു വരുന്നത് എന്നും അതുപോലെ ഒരു എൻവയോൺമെൻറ്റിനെ തന്നെ മാറ്റുന്നത് സൊസൈറ്റീനെ തന്നെ പരിഷ്കരിക്കുന്നതിന് തുല്യമാണെന്നും ഓവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പീസ് എന്ന് പറയുന്നതും അതുപോലെ ട്രൂത്തായിട്ട് എല്ലാവരോടും ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഫോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി അഡ്വക്കേറ്റഡ് ഫോർ ക്രിയേറ്റിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോസ്റ്റേർഡ് ഗുഡ്നെസ് ആൻഡ് സെർവ്ഡ് ദ കളക്റ്റീവ് ഹാപ്പിനെസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ തന്നെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് സെറ്റിൽമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വില്ലേജുകൾ, കമ്മ്യൂണിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വാസസ്ഥലങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തികൾ എന്ന് പറയുന്നത് ഒരുമിച്ച് കൂട്ടായിട്ട് ജീവിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നല്ല കോർപ്പറേഷനിലൂടെ ജീവിക്കുന്നതിലൂടെ വളരെയധികം ഒരു സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ടു അഗ്രികൾച്ചർ, അതായത് കൃഷിയിലേക്ക് മടങ്ങാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ലേബറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി അഗ്രികൾച്ചർ സെക്ടറിലേക്ക് മാറണമെന്നും എന്ത് ചെയ്യണം, ഗ്രാമങ്ങളിൽ കുറച്ചുകൂടി ആൾക്കാർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടണമെന്നും തൊഴിലാളികളൊക്കെ തന്നെ ഇതിലേക്കൊരു അഗ്രികൾച്ചറിലേക്ക് റിട്ടേൺ ചെയ്യാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ട്രേഡ് യൂണിയൻ ആൻഡ് ലേബർ എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ട്രേഡ് യൂണിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലുണ്ടാവുന്ന റിയൽ ആയിട്ടുള്ള ഒരു ചിലവിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ തൊഴിൽ സമയത്തെക്കുറിച്ചിട്ടൊക്കെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് അദ്ദേഹം എടുക്കുകയും ഒരു ഗ്രാൻഡ് നാഷണൽ കൺസോളിഡേറ്റഡ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സോഷ്യലിസം, സഹകരണം, ഇതൊക്കെ തന്നെ, അതായത് സോഷ്യലിസവും കോർപ്പറേഷനിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആശയങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ തന്നെ സോഷ്യലിസം റിലേറ്റ് ചെയ്തിട്ട്, കോർപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ട്, അതുപോലെ ട്രേഡ് യൂണിയനിസം റിലേറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഫാക്ടറി പരിഷ്കാരങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നിർമ്മിക്കുക, ഈ സഹകരണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മാർക്കറ്റുകൾ കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം പ്രചോദനമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റോബർട്ട് ഓവൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ടോട്ടലി ഇക്കണോമിക് ആയിട്ടും അതുപോലെ സൊസൈറ്റിയിലും അതുപോലെ എൻവയോൺമെൻറ്റിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നും സൊസൈറ്റിയിൽ ഒരു നല്ല പുരോഗതി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കാർഷിക അധ്വാനവും അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശം എന്ന് പറയുന്നത്, അതായത് പബ്ലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് നിർത്തലാക്കണം എന്നൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോഷ്യലിസം, അതുപോലെ തന്നെ കോർപ്പറേഷൻ, തൊഴിലാളി റിലേറ്റ് ചെയ്ത് ലേബർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ കൊണ്ടുവരണമെന്നും വികസനത്തിൽ ഒരു നല്ലൊരു സ്വാധീനം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ചാൾസ് ഫോറിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റോബർട്ട് ഓവന് ശേഷം വന്നിട്ടുള്ള ഒരു ഫ്രഞ്ച് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റും ഒക്കെ തന്നെ ഇൻ്റലക്ച്വലും ഒക്കെ തന്നെയായിരുന്നു ചാൾസ് ഫോറിയർ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാവണമെന്നും അതുപോലെ തന്നെ യന്ത്രവൽക്കരണം, മെഷീനറീസിൻ്റെ തന്നെ ഉപയോഗങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് വേണ്ട എന്നും എല്ലാ കാര്യങ്ങളിലും യന്ത്രവൽക്കരണം വേണ്ടാമെന്നും അതുപോലെ തന്നെ സെൻറ്റേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒന്നും വരണ്ട എന്നതിനൊക്കെ തന്നെ ചലഞ്ച് ചെയ്യുകയാണ്. അതായത് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ തന്നെ ചാൾസ് ഫോറിയർ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ എപ്പോഴും ഒരു കോർപ്പറേഷനും ഒരു പീസ്ഫുള്ളും ഒക്കെ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഫോറിയർ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കീ പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫിലോസഫി എന്നുള്ള രീതിയിൽ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്.
അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആളുകൾ എപ്പോഴും സ്വാഭാവികമായിട്ട് ഒരു 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 പ്രത്യേക പവറിലോട് കൂടിയിട്ട് കൂട്ടായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആകർഷിക്കപ്പെടും. അതായത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കോപ്പറേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് കേട്ടോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോപ്പറേഷൻ ഇൻ പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഒരു കോപ്പറേഷനെ കുറിച്ചിട്ടാണ് ഫോറിയർ പറയുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ പലതരത്തിലുള്ള അസോസിയേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് തൊഴിലാളികളും സംഘടനകളും മുതലാളിമാരൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു മൊത്തത്തിലൊരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കണം. പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്തുകൊണ്ട് ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അടുത്തതെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. അതായത് അദ്ദേഹം പലതരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അംഗങ്ങൾക്കും ക്യാപിറ്റലും ലേബറും അതുപോലെ അവരുടെ എബിലിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് അവർ സംഭാവന ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം റിട്ടേൺ അവർക്ക് കിട്ടുകയും അതൊക്കെ തന്നെ നല്ല രീതിയിൽ ഷെയർ ചെയ്യുകയും വേണമെന്നാണ് ഇൻറ്റഗ്രൽ കോഓപ്പറേറ്റീവ്സിൽ പറയുന്നത്. അതുപോലെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലേബർ ക്ലാസിഫിക്കേഷൻ ആണ്. തൊഴിലാളികളെ അദ്ദേഹം 3 കാറ്റഗറി ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. സോ ഹി ക്ലാസിഫൈഡ് ലേബർ ഇൻ ടു 3 categories: നെസസറി, യൂസ്ഫുൾ ആൻഡ് അഗ്രീഡബിൾ. അതായത് എന്താ പറയുക, ആവശ്യം, ഉപയോഗപ്രദവും സ്വീകാര്യമായിട്ടുള്ള രീതിയിലാണ് തൊഴിലിനെ വർഗീകരിച്ചിട്ടിരിക്കുന്നത്. അതായത് ആവശ്യമായതും ഉപയോഗപ്രദവുമായിട്ടുള്ള അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എന്താ പറയുക, അധ്വാനത്തിൽ ഏർപ്പെടുന്നവരെക്കാളും നല്ല അധ്വാനത്തിൽ ഏർപ്പെടുന്നവർക്കാണ് നല്ല പ്രതിഫലം ലഭിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് പറയുന്നത്, അതായത് എല്ലാ അംഗങ്ങൾക്കും നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ എന്ത് ഇപ്പോൾ തൊഴിലാവട്ടെ മൂലധനമാവട്ടെ എന്ത് കാര്യങ്ങളിലും ഉണ്ടാവുന്ന ഒരു പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ ഉടമകളാക്കിക്കൊണ്ട് തൊഴിലാളികളുടെ വേതനം എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഫോറിയർ ലക്ഷ്യമിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊരു ഇൻഡസ്ട്രി ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ തൊഴിലാളികളായിട്ട് നിൽക്കാതെ ഓണേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് അവരുടെ വേതനം ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവരെ കുറച്ചുകൂടി ഉടമകളാക്കി മാറ്റാനുള്ള ഒരു തരത്തിലുള്ള നിയമം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ കൃഷിയിലേക്ക് മടങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭൂമിയിൽ എപ്പോഴും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തണമെന്നും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ലൂയിസ് ബ്ലാങ്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഉട്ടോപ്യൻ സോഷ്യലിസത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിട്ടൊരു ജീൻ ജോസഫ് ചാൾസ് ലൂയിസ് ബ്ലാങ്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര്. അപ്പോൾ അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറും ഹിസ്റ്റോറിയനും ഒക്കെ തന്നെയാണ്. അതായത് ഉട്ടോപ്യൻ സോഷ്യലിസത്തിൽ നിന്ന് കുറച്ചുകൂടി പ്രൊലറ്ററേറിയൻ സോഷ്യലിസം, അതായത് പ്രൊലറ്ററേറ്റ്സ് അല്ലെങ്കിൽ പറയുന്നത് ആരാണ്, തൊഴിലാളി വർഗ്ഗമാണ്. അപ്പോൾ അതായത് ഉട്ടോപ്യൻ സോഷ്യലിസത്തിൽ നിന്ന് കുറച്ചുകൂടി തൊഴിലാളി വർഗ്ഗ സോഷ്യലിസത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവും ഒക്കെ ആയിരുന്നു ജീൻ ജോസഫ് ചാൾസ് ലൂയിസ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് അഡ്വക്കേറ്റഡ് ഫോർ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഇൻ സോഷ്യൽ റിഫോംസിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിരുന്നു. അതുപോലെ ഹിസ് മോസ്റ്റ് നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് ദി ഓർഗനൈസേഷൻ ഓഫ് വർക്ക് എന്നാണ്. സോ ദ ഓർഗനൈസേഷൻ ഓഫ് വർക്ക് ആണ് നമ്മൾ ഈ പറയുന്ന ലൂയിസ് ബ്ലാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഔട്ട്ലൈൻഡ് ഹിസ് വിഷൻ ഫോർ എ മോർ ഇക്വിറ്റബിൾ സൊസൈറ്റി, ഒരു മോർ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സമൂഹം എന്ന് പറയുന്നത് കുറച്ചുകൂടി തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ക്രിട്ടിക് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ പലതരത്തിലുള്ള ദാരിദ്ര്യം റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള തകർച്ചകളും സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നിട്ടുള്ള ഒരു മൊത്തത്തിലൊരു ഇഷ്യൂ കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ബ്ലാങ്ക് ക്രിട്ടിസൈസ്ഡ് ദ കോമ്പറ്റേറ്റീവ് സിസ്റ്റം ഓഫ് എക്കോണമി, സീയിങ് കോമ്പറ്റീഷൻ ആസ് ദ റൂട്ട് കോസ് സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ് സച്ച് എസ് പോവേർട്ടി, മോറൽ ഡീഗ്രഡേഷൻ, ഇക്കണോമിക് ക്രൈസിസ് ഒക്കെ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ മൂലമാണ് ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഡ്വക്കസി ഫോർ വോളണ്ടറി അസോസിയേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള കോമ്പറ്റീഷനിൽ ഉണ്ടാവുന്ന ഒരുപാട് ഫലങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ചലഞ്ചസ് ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോഡലായിട്ടുള്ള ഒരു മാതൃകയായിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അടിത്തറയിടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള അസോസിയേഷൻസ് ഒക്കെ തന്നെ വേണമെന്ന്, അതായത് ഇപ്പോൾ എന്ത് മാറ്റം ഉണ്ടാവണമെങ്കിലും ഒരു അസോസിയേഷനിലൂടെ ഒരു മാറ്റം ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ സോഷ്യൽ വർക്ക്ഷോപ്സിനെ കുറിച്ച് പറഞ്ഞു, അതായത് ഗവൺമെൻറ്റും തൊഴിലാളികളും
തൊഴിലാളികളും ഒക്കെ തന്നെ പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനാധിപത്യ രീതിയിലും എല്ലാ തരത്തിലും, അതായത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സൊസൈറ്റിയിലേക്ക് എത്തിക്കണം എന്നതൊരു സോഷ്യൽ വർക്ക്ഷോപ്പുകൾ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ ഭരണകൂടവും തൊഴിലാളികളൊക്കെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു, അതായത് ഇപ്പോൾ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ തന്നെ നൽകുന്ന രീതിയിൽ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ സംഘടനകളായിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് ഷോപ്പുകൾ കൊണ്ടുവരണം എന്നാണ് ബ്ലാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല നിയമങ്ങൾ നടപ്പിലാക്കുക, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള വർക്ക്ഷോപ്സുകൾ കൊണ്ടുവരിക, ഇതൊക്കെ തന്നെ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നല്ല ഗവൺമെൻറ് വേണം. സോ എന്ത് ചെയ്യണം, ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ പിന്നെയും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം. അപ്പോൾ ഈ മാറ്റങ്ങളിലൂടെയാണ് നല്ല ചേഞ്ചസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ലോയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സൊസൈറ്റിയിൽ നല്ല ചേഞ്ചസിലേക്ക് എത്തിക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റിവാർഡ് ബേസ്ഡ് ഓൺ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രതിഫലങ്ങളാണ് കൊടുക്കേണ്ടത്. അതായത് ഒരാൾ തരുമ്പോൾ അയാളുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് തരുന്നത്, അല്ലെങ്കിൽ അയാളുടെ സർവീസാണ് തരുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം എന്നത് എത്തിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ പ്രൈവറ്റ് ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലാതാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി സൊസൈറ്റിയിലും ഇക്കണോമിക്കും ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു ചേഞ്ച് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജോസഫ് പ്രൗട്ടോനെ കുറിച്ചിട്ടാണ്. ഒരു ഫ്രഞ്ച് സോഷ്യലിസ്റ്റും അതുപോലെ തന്നെ പൊളിറ്റീഷ്യനും അതുപോലെ തന്നെ ഒരു ഇൻ്റലക്ച്വലും തത്വചിന്തകനും ഒക്കെ ആയിരുന്നു ജോസഫ് പ്രൗട്ടൺ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു എന്താ പറയുക, പലതരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവരും. അനാർക്കിസത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് പലതരത്തിലുള്ള തത്വചിന്തയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്വാധീനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് അനാർക്കിസ്റ്റ് ആൻഡ് മ്യൂച്വലിസ്റ്റ് ഫിലോസഫി. അതായത് ഇപ്പോൾ സ്വയം ഒരു അരാജകവാദി, അതായത് ഒരു അനാർക്കിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു നമ്മൾ ഈ പറയുന്ന പ്രൗട്ടൺ എന്ന് പറയുന്നത്. അതുപോലെ ഭരണകൂടങ്ങൾക്ക് പകരം വ്യക്തികൾക്കിടയിൽ എന്ത് വേണം, സ്വാതന്ത്ര്യവും അതുപോലെ കോപ്പറേഷനും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൊഴിലാളികൾ എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ നിയന്ത്രണത്തിൽ അവർക്കും ഒരു നിയന്ത്രണം ഉണ്ടാവണമെന്നും ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറയുന്നത് അവരുടെ ഒരു ഉടമസ്ഥ അവകാശത്തെ നിരസിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഈസ് തെഫ്റ്റ് എന്നാണ്. അതായത് സ്വത്ത് എന്ന് പറയുന്ന ഒരു മോഷണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ തന്നെ നോക്കുമ്പോൾ സ്വകാര്യ ഉടമസ്ഥത, അതായത് ലാൻഡ് എന്തുമായിക്കോട്ടെ അതിൻ്റെ ഒക്കെ തന്നെ സ്വകാര്യമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഉടമസ്ഥത എന്ന് പറയുന്നത് ഒരു സ്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ പറയുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഒരു മോഷണമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെമോക്രാറ്റിക്കിന് വേണ്ടിയിട്ട്, അതായത് ഓരോ ഇൻഡസ്ട്രീസിലും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നും അതുപോലെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിലാളി അസോസിയേഷൻസ് ഉണ്ടാവണമെന്നൊക്കെ തന്നെ അതൊക്കെ അവരാണത് നിയന്ത്രിക്കേണ്ടതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് വർക്കേഴ്സ് കോപ്പറേറ്റീവ് യൂണിയൻസ് ആണ്. അതായത് തൊഴിലാളി സഹകരണ സംഘങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇവരെല്ലാവരും പരസ്പരം എപ്പോഴും കോപ്പറേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടെ അധ്വാനം എങ്കിൽ അവരുടെ ഒരു ലേബർ എന്ന് പറയുന്നത് മുതലാളിമാർക്ക് വിൽക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഈ നമ്മൾ ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങളിലൂടെയും അല്ലെങ്കിൽ അസോസിയേഷൻസിലൂടെയൊക്കെ തന്നെ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി തൊഴിലാളി സെൻറ്റേർഡ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും വരണമെന്നും തൊഴിലാളികൾക്ക് കൗൺസിലുകളെയും അതുപോലെ തന്നെ മറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ തന്നെ പ്രൗട്ടൺ എന്ത് ചെയ്യുകയാണ്, അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്റ്റേറ്റ് സോഷ്യലിസത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പം നമ്മൾ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പ്രൗട്ടൺ എന്ത് ചെയ്യാണ്, എതിർക്കുകയായിരുന്നു. തൊഴിലാളികൾക്കാണ് എല്ലാത്തിലും ഉടമസ്ഥാവകാശം വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരിക്കണം, തൊഴിലാളി അസോസിയേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിയൻസ് ഒക്കെ തന്നെ വരണമെന്നും കുറച്ചുകൂടി ഈ വർക്ക് ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് നല്ലതായിരിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും തൊഴിലാളികൾക്ക് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതുപോലെ ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ വ്യക്തികൾ എന്നാണ്, അതായത് അനാർക്കിസം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഇൻഡിവിജ്വലിനാണ് അവിടെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അവരെപ്പോഴും സ്വയം ഭരിക്കപ്പെടണമെന്ന്, അതായത് സ്വയം അവരാണ് ഭരിക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും സർക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മാർക്സിൽ നിന്നുള്ളൊരു വിമർശനത്തിനെ കുറിച്ച്
കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്സിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള സമാനതകളുണ്ടെങ്കിലും മാർക്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോതൻ്റെ അരാജകത്തോട് വിയോജിക്കുകയും നമ്മൾ ഈ പറയുമ്പോൾ പലതരത്തിലുള്ള തരത്തിൽ അദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തൊഴിലാളികളുടെ നിയന്ത്രണത്തിൽ എത്തിക്കണമെന്നും കുറച്ചുകൂടി തൊഴിലാളി എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥയിൽ കുറച്ചുകൂടി സെൻറ്റേർഡ് ആയിരിക്കണമെന്നും അതുപോലെ പലതരത്തിലുള്ള കോമ്പറ്റീഷനും അതുപോലെ തന്നെ എപ്പോഴും സെൽഫ് ആയിട്ടുള്ള രീതിയിൽ അതായത് സ്വയം ഭരണം അവിടെ ഉണ്ടായിരിക്കണമെന്നും എല്ലാവരും കോപ്പറേഷനോട് കൂടി ജീവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് അടിത്തറയിടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിൽ തിയറീസിനൊന്നും ഇല്ല, അനാർക്കിസം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് മാർക്സിയൻ എക്കണോമിക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് മാർക്സിനെ കുറിച്ചിട്ടാണ് അതിൽ പഠിക്കാനുള്ളത്. സോ മാർക്സ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഫേസറ്റഡ് ജർമ്മൻ തിങ്കറും അതുപോലെ തന്നെ റീനൗണ്ട് ആസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ, പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആണ്, ഹിസ്റ്റോറിയൻ ആണ്, പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്, സോഷ്യോളജിസ്റ്റ് ആണ്, ഒരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പ്രസിദ്ധനാണ് നമ്മുടെ മാർക്സ് എന്ന് പറയുന്നത്. സോ ഒരു ജർമ്മൻ ചിന്തകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. സോ മുതലാളിത്തത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ക്യാപിറ്റലിസത്തിൻ്റെ അണ്ടറിൽ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന പലതരത്തിലുള്ള അന്യവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ഏലിയനേഷൻ്റെയും എക്സ്പ്ലോയിറ്റേഷൻ്റെയും ഒക്കെ തന്നെ തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കുറച്ചുകൂടി ഈ ക്യാപിറ്റലിസത്തിനെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിലൂടെ അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് ഈ ഒരു കാര്യത്തിനാണ്. സോ മാർക്സിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ക്ലാസ് സ്ട്രഗിൾ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ മോഡേൺ സോഷ്യൽ സയൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വർഗ റിലേറ്റ് ചെയ്തിട്ടുള്ള സമരങ്ങളും അതുപോലെ പലതരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മാർക്സിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു മോഡേൺ സൊസൈറ്റിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആവട്ടെ, അതുപോലെ തന്നെ ദാസ് ക്യാപിറ്റൽ ആവട്ടെ, അതുപോലെ തന്നെ ഓതേർഡ് വിത്ത് ഫ്രെഡറിക് ഏംഗൽസ് ആയിട്ടാണ് കേട്ടോ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഫ്ലുവൻഷ്യൽ ടെക്സ്റ്റുകളും പൊളിറ്റിക്കൽ എക്കണോമിക് തോട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്സിൻ്റെ അക്കാഡമിക് ജേർണി എന്ന് പറയുന്നത് വേരിയസ് ജർമ്മൻ യൂണിവേഴ്സിറ്റീസിലൂടെയും അതുപോലെ ലോ പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, ഫിലോസഫി പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലൂടെയും അദ്ദേഹം പഠിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. ഏംഗൽസിൻ്റെ ഒക്കെ തന്നെ തത്വചിന്തയിലൊക്കെ തന്നെ ആകൃഷ്ടനായിരുന്നു മാർക്സ്. പിന്നെ ഹെഗലിനിസത്തിൽ നിന്ന് വേർപിരിയുകയും ഹെഗലിൻ്റെ ഒരു ആശയങ്ങളെയൊക്കെ തന്നെ വിമർശിക്കുന്ന ഒരു റാഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റലക്ച്വൽസിൻ്റെ ഒക്കെ തന്നെ ഒരു യങ് ഹെഗലേറിയൻസുമായിട്ടൊക്കെ തന്നെ യോജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തത്വചിന്ത അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാർക്സിസത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിൻ്റെ തിയറീസിലൊക്കെ തന്നെ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ തന്നെ ടോട്ടലായിട്ടുള്ള പലതരത്തിലുള്ള പരിവർത്തനത്തിന് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പം മാർക്സിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള അനാലിസിസുകളും അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിനെ മനസ്സിലാക്കുന്നതിനും വിമർശിക്കുന്നതിനുമുള്ള യങ് ഹെഗേലിയൻ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ യോജിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഈ സാമൂഹ്യശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിലൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മാർക്സിസത്തിൻ്റെയൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടോട്ടലായിട്ടുള്ള സോഷ്യലി അതുപോലെ പൊളിറ്റിക്കലി ഒക്കെ ഉണ്ടാവുന്ന ഒരു തരം ലോക വീക്ഷണമാണ് പറയുന്നത്. അപ്പോൾ സോഷ്യലിസത്തിലൂടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ ടോട്ടൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള മാർക്സിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു വർക്കാണതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1917 റഷ്യയിൽ നടന്നിട്ടുള്ള ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്നിട്ട് മാർക്സിൻ്റെ ആശയങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യം നേടുകയാണ് ഉണ്ടായത്. അവിടെ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈദ്ധാന്തിക ഒരു അടിത്തറയായിട്ട് പ്രവർത്തിച്ചതും പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ആ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു സാമൂഹിക സിദ്ധാന്തത്തിനും മാർക്സിൻ്റെ സംഭാവനകൾ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ടോട്ടൽ അക്കാദമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെ രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടലി മാർക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളിത് മസ്റ്റായിട്ട് പഠിക്കണം, വാട്ട് ഈസ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് മാർക്സ് പറയുന്ന അനുസരിച്ചിട്ടാണ് ഇറ്റ് ഈസ് എ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ സൊസൈറ്റി ചേഞ്ചസ് ഓവർ ടൈം. ഒരു സൊസൈറ്റി ഓരോ ടൈമിനനുസരിച്ചിട്ട് എങ്ങനെ മാറുന്നു എന്ന് പറയുന്നതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത്. സോ ഇറ്റ് കമ്പൈൻസ് ടു മേജർ ഐഡിയാസ്, ഡയലക്റ്റിക്സ്. അപ്പോൾ ഡയലക്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് അബൌട്ട് ഹൗ തിങ്സ് ചേഞ്ച് ത്രൂ കോൺഫ്ലിക്ട്സ് ആൻഡ് കോൺട്രഡിക്ഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിൽ ഡയലക്റ്റിക്സും മെറ്റീരിയലിസം എന്നുള്ള രീതിയിൽ രണ്ടായിട്ടാണ് ഇതിൽ മേജർ ഐഡിയാസ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലുള്ളത്. സോ ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം
എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെയാണ് കോൺഫ്ലിക്റ്റിലൂടെയും കോൺട്രഡിക്ഷൻസിലൂടെയും ചേഞ്ച് ആവുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ മെറ്റീരിയലിസം വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഫോക്കസ് ഓൺ ദി റോൾ ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് മെറ്റീരിയൽ കണ്ടീഷൻസ് ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി. ഒരു സൊസൈറ്റി ഷേപ്പ് ചെയ്ത് വരുന്നതിൽ, അതായത് ഈ പലതരത്തിലുള്ള കോൺട്രഡിക്ഷൻസും കോൺഫ്ലിക്ട്സും ഉണ്ടായിട്ടാണല്ലോ പലതരത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ആ മാറ്റങ്ങളിലൂടെ ഷേപ്പ് സൊസൈറ്റി ഉണ്ടാകുമ്പോൾ അവിടെ എന്തൊക്കെ മെറ്റീരിയൽ കണ്ടീഷൻസും എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട് എന്നുള്ളതാണ്, അതിൻ്റെ റോളിനെ കുറിച്ചിട്ടാണ് മെറ്റീരിയലിസത്തിൽ പറയുന്നത്. സോ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ഹൗ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജിയിലേക്കും ഒരു റിസോഴ്സ് ഡ്രൈവിലേക്കും ഹിസ്റ്റോറിക്കൽ ചേഞ്ചിലേക്കും വരുന്നത് എന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടറി നമ്മൾ വിചാരിക്കാം. ആ ഫാക്ടറി എന്ന് പറയുന്നത് ഷൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ആ സമയത്ത് ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ഈ വർക്കേഴ്സിന് പേ ചെയ്യുന്നത് കുറച്ചു, അതായത് അവരുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് വർക്കേഴ്സും അവിടുത്തെ ഓണേഴ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു, ഒരു തല്ലുപിടുത്തം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു അടി ഉണ്ടാകുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ആ കോൺഫ്ലിക്റ്റിലൂടെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, അതായത് കോൺട്രഡിക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ആ ചേഞ്ച് എന്തായിരിക്കും, വർക്കേഴ്സ് എന്ന് പറയുന്നത് ഹയർ വേജ് ഡിമാൻഡ് ചെയ്യുന്നു, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നുണ്ട്, ഈ നമ്മൾ ഈ പറയുന്ന കോൺഫ്ലിക്റ്റിലൂടെ അവർക്ക് ആ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നു. സോ ഈ തമ്മിലുള്ള ഓണേഴ്സും നമ്മൾ ഈ പറയുന്ന വർക്കേഴ്സും തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് എന്താണ്, കോൺഫ്ലിക്ട്സും മെറ്റീരിയൽ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കി. ഇതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജസ് ഓഫ് ഒരു സോഷ്യൽ എവല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാർക്സിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുമ്പോൾ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മാർക്സ് തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്ത് വരുന്നതെന്നാണ്. അതായത് ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ്, ഇപ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലാസ് റിലേഷൻസ് സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് ഒരു സൊസൈറ്റി എവല്യൂട്ട് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഒന്ന് മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് മാർക്സ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം വെച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. അതായത് റിസോഴ്സസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് പങ്കിടുന്നു, ഒരു ഗോത്ര സമൂഹത്തിൻ്റെ സവിശേഷതയായിട്ടാണ് അവർ പറയുന്നത്. സോ ക്യാരക്ടറൈസ്ഡ് ബൈ കോപ്പറേറ്റീവ് ട്രൈബൽ സൊസൈറ്റീസ് വേർ റിസോഴ്സസ് ആർ ഷെയർഡ് കളക്റ്റീവ്ലി. റിസോഴ്സസ് എന്ന് പറയുന്നത് കളക്റ്റീവായിട്ട് ഷെയർ ചെയ്യുന്നതെന്നാണ് ഇതിൽ നമ്മുടെ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ലേവ് സൊസൈറ്റിയാണ്. സ്ലേവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്ത് പറയുകയാണ്, സിറ്റീസും സ്റ്റേറ്റുകളൊക്കെ വരികയും പലതരത്തിലുള്ള ഡിക്റ്റേറ്റേഴ്സ് വരികയും അങ്ങനെ അതായത് പ്രഭുക്കന്മാരൊക്കെ വന്നിട്ട്, അതായത് അങ്ങനെ ഒരു അരിസ്റ്റോക്രസി എന്നുള്ള രീതിയിലേക്ക് വരികയും അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ഇവരൊരു ഭരണവർഗമാക്കിയിട്ട് ബാക്കിയുള്ളവരെ അടിമകളാക്കിയിട്ട് വെക്കുന്നു. അപ്പോൾ ലേബർ അധ്വാനത്തിന് വേണ്ടിയിട്ട് അടിമകളാക്കിയിട്ട് അവർ വെക്കുന്ന ഒരു സ്ലേവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്, ഒരു ഗോത്ര സമൂഹം വിഭവങ്ങളൊക്കെ കൂട്ടായി പങ്കിടുന്നു. രണ്ടാമത്തെ പറയുന്നത് സ്ലേവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഈ പ്രഭുക്കന്മാരൊക്കെ ഉണ്ടായി കഴിഞ്ഞോടുകൂടി ഒരു ഡെവലപ്മെൻറ്റ് വന്നോട് കൂടിയിട്ട് അവർ എന്ത് ചെയ്യും, അവർ ഭരണവർഗമായിട്ട് നിൽക്കുകയും ബാക്കിയുള്ളവരെ അധ്വാനത്തിന് വേണ്ടിയിട്ട് അടിമകളാക്കി വെക്കുകയും ചെയ്യുന്നു. അടുത്തത് ഫ്യൂഡലിസമാണ്. ഫ്യൂഡലിസം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ കർഷകർ അല്ലെങ്കിൽ വളർന്നു വരുന്ന പലതരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിമാരുടെയൊക്കെ തന്നെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന പ്രഭുക്കന്മാർ, ഒരു അരിസ്റ്റോക്രാറ്റ്സുകൾ എന്ത് ചെയ്യാണ്, ഭരണവർഗമായിട്ട് നിലകൊള്ളുന്നു. അതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്. അതായത് തൊഴിലാളി വർഗത്തെ ഒരു കൂലിപ്പണിക്കാരായിട്ട് നിയമിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള ഉടമസ്ഥരായിട്ട് നിൽക്കുകയും ഇവരെയൊക്കെ തന്നെ ആധിപത്യം പുലർത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു മുതലാളിത്തം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഫോർത്ത് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്ലാസിൻ്റെ രീതിയിലൊരു ബോധമുണ്ടാവുകയും അവർ പലതരത്തിലുള്ള തൊഴിലാളി വർഗ വിപ്ലവത്തിലൂടെ നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ അട്ടിമറിക്കുകയും തൊഴിലാളി വർഗത്തിൻ്റെ ഒരു സ്വേച്ഛാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് വിഭവങ്ങൾ എന്ന് പറയുന്നത്, റിസോഴ്സസ് എന്ന് പറയുന്നത് കൂട്ടായിട്ട് അവരെടുക്കുകയും പക്ഷെ എന്താണ്, ആവശ്യാനുസരണം വിതരണം ചെയ്യുന്ന ഒരു ക്ലാസ് ഇല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സമൂഹമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു നഗരം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു, അതുപോലെ മുതലാളിത്തം അല്ലെങ്കിൽ സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അടുത്തത് വാല്യൂ ആൻഡ് സർപ്ലസ് വാല്യൂവിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിന് ഇതാവുന്ന ഒന്നാണ്. അപ്പോൾ മാർക്സിൻ്റെ ഐഡിയ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ലേബർ പുട്ട് ഇൻ ടു പ്രൊഡ്യൂസിങ് സംതിങ്. അതായത് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേബർ അതിലേക്ക് പുട്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പോൾ മരത്തിൻ്റെയൊക്കെ ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 മണിക്കൂർ എടുക്കുകയാണെന്ന് വെക്കാം. അതുപോലെ തന്നെ 20 മണിക്കൂർ എടുക്കുകയാണ് ഒരു നല്ല ഭംഗിയുള്ള ചെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള വാല്യൂ എന്തിനാണ്? അതായത് 10 മണിക്കൂർ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു വലിയ ടേബിളിനാണോ 20 മണിക്കൂർ എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെയറിനാണോ അവിടെ വാല്യൂ എന്ന് പറയുന്നത്? അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ദ ചെയർ വുഡ് ബി കൺസിഡർഡ് ടു ഹാവ് മോർ വാല്യൂ ബിക്കോസ് ഇറ്റ് റിക്വയർഡ് മോർ ലേബർ. അതായത് 20 മണിക്കൂർ വർക്ക് ചെയ്യുകയാണ് അതിലേക്ക്. അപ്പോൾ അവിടെ കൂടുതൽ ലേബർ എന്ന് പറയുന്നത്, അധ്വാനം എന്ന് പറയുന്നത് അവിടെ കൂടുതലായതുകൊണ്ടും ഇവിടെ ചെയറിനാണ് വാല്യൂ കൂടുതൽ ടേബിളിനേക്കാളും. സോ അതാണ് ഇവിടെ പറയുന്നത് മാർക്സിൻ്റെ ഐഡിയ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി സർപ്ലസ് വാല്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓൺ ദി അതർ ഹാൻഡ് ദ extra value created by workers beyond that what they are paid in wages. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു ഇപ്പോൾ ഒരു എന്തെങ്കിലും ചെയ്യുന്നതിന്, അതൊരു സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾക്കൊരു എമൗണ്ട് കൊടുക്കുന്നു. ആ എമൗണ്ട് കൊടുക്കുന്നതിനേക്കാളും ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഒരാളൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്കർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചെയർ ഉണ്ടാക്കുന്നു. ചെയർ ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് ഒരു 1000 രൂപയാണ് കൊടുക്കുന്നത് വിചാരിക്കുക. ആ 1000 രൂപ കൊടുക്കുമ്പോൾ ആ ചെയർ സെല്ല് ചെയ്ത് പോകുന്നത് ഒരു 2000 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, 1000 രൂപ എന്ന് പറയുന്നത് അവിടുത്തെ സർപ്ലസ് വാല്യൂ ആണ്. ആ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ആർക്കാണ് പോകുന്നത്? ഓണർക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന അതിനെയാണ്, അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ 1000 റുപ്പീസ്, അതായത് 1000 ഉണ്ടാക്കി 1000 വേജ് വെച്ചിട്ട് അയാൾക്ക് കൊടുത്തു. അതായത് അയാളുടെ അധ്വാനത്തിൻ്റെ വിലയായിട്ട് നമ്മൾ 1000 രൂപ കൊടുത്തു, എന്നിട്ട് 2000 രൂപയ്ക്ക് നമ്മളത് വിറ്റു. 2000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ അവിടെ 1000 നമ്മുടെ ആർക്കാണുള്ളതാണ്? ഓണറിനുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഇതാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ മാർക്സ് എന്ന് പറയുന്നത് ആർഗ്യൂ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് എസെൻഷ്യലി ദ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ഫോർ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇറ്റ് കംസ് ഫ്രം ദ ലേബേഴ്സ് ഓഫ് വർക്കേഴ്സ്. പക്ഷേ ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിട്ട് ബിസിനസ്സുകാർക്കാണ് പോകുന്നത്, പക്ഷെ അത് ശരിക്കും വരുന്നത് വർക്കേഴ്സിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് കൂടി അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതാണ് സർപ്ലസ് വാല്യൂ, മാർക്സിൻ്റെ ഐഡിയ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് ക്യാപിറ്റലിസ്റ്റ് ക്രൈസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണം എന്ന് പറയുന്നത് മുതലാളിത്തത്തിലുള്ളത് തന്നെയാണ്. അതായത് മുതലാളിമാർ എന്തായാലും തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു തരത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാർക്സ് ഈ തരത്തിലുള്ള ക്യാപിറ്റലിസത്തിലാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊഴിലാളികളെ എന്ത് ചെയ്യുന്നത്, ഈ ചൂഷണം ചെയ്യുന്നതിലുൾപ്പെടെ അവരൊരു തരത്തിൽ തൊഴിലാളികളെ അവരുടെ എല്ലാ എഫേർട്സും എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങൾ ലഭിക്കാതെ ആവുമ്പോൾ തൊഴിലാളികളുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടി ദുരിദ്രത്തിലാവുകയും, യന്ത്രവൽക്കരണമൊക്കെ കൊണ്ടുവരുമ്പോൾ തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാവുകയും, ലാഭം കുറയുക, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ക്ലാസ് കോൺഫ്ലിക്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി തീവ്രമാക്കുന്നുണ്ട്. അങ്ങനെ തൊഴിലാളി വർഗത്തിൽ എന്ത് ചെയ്യണം, എല്ലാവരും കൂടിയിട്ടൊരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി ചേർന്നിട്ട് ഇതിനെതിരെയൊക്കെ തന്നെ, അതായത് ക്യാപിറ്റലിസത്തിനെതിരെ ഉയർന്നു വരുന്നു. അങ്ങനെ ഒരു വിപ്ലവം അതായത് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നു. അതായത് ഉൽപാദനം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പിടിച്ചടക്കുകയാണ്. അങ്ങനെ മുതലാളിത്തം എങ്ങനെയാണ്, അതായത് മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധികൾ എങ്ങനെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവത്തിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതെന്നാണ് മാർക്സ് കാണിക്കുന്നത്. അതായത് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ഇൻ റിലേഷൻ ടു വേരിയബിൾ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്യുമുലേഷൻ ചെയ്യുന്നത്, അതുപോലെ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി, അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് മിസറി ആൻഡ് ഫോളിംഗ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വായിക്കുക. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ മുതലാളിത്തം എന്ന് പറയുന്നത് കാലക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കൂടുതലായിട്ട് അത് വഷളാവുകയും അതൊരു തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. സോ മുതലാളിമാർ എങ്ങനെ സമ്പത്ത് സമ്പാദിക്കുന്നു, അത് എവിടെ നിന്നാണ് അവരുടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തൊഴിലാളികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബിസിനസ്സുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി മെഷീനറീസിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അവർക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് വെൽത്ത് സൃഷ്ടിക്കപ്പെടാണ്ടിരിക്കുമ്പോൾ അതുപോലെ ബിസിനസ്സിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് യന്ത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തൊഴിലാളികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് തൊഴിലാളികളെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ
ലാഭം എന്ന് പറയുന്നത് കുറയാനും അതുപോലെ തന്നെ സമ്പത്ത് എന്ന് പറയുന്നതിൻ്റെ റിലേറ്റ് ചെയ്ത് സമ്പത്തുള്ളപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്നു. പക്ഷെ ആളുകൾ ഇതൊന്നും ഈ പ്രൊഡക്റ്റുകളൊന്നും വാങ്ങാതിരിക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയും അങ്ങനെ ടോട്ടൽ പ്രതിസന്ധിയിലൂടെ മൊത്തത്തിൽ അവരുടെ ഒരു സിസ്റ്റം തന്നെ തകരും എന്ന് പറയുന്നു. അങ്ങനെ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് അവരുടെ ഭൂരിപക്ഷ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എന്ത് ചെയ്യുക, അവരിപ്പോൾ എന്താണോ അവർ ചോദിച്ചിരിക്കുന്നത് അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അതായത് മൊത്തത്തിൽ ഈ സിസ്റ്റം തകരുമ്പോൾ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഭൂരിപക്ഷമായിട്ട് പോരാടുന്ന ഒരു വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നു. അങ്ങനെയാണ് മാർക്സ് ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. സോ ഇതാണ് നമുക്ക് മാർക്സിയൻ എക്കണോമിക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പോസ്റ്റ് മാർക്സിസത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ പോസ്റ്റ് മാർക്സിസം എന്ന് പറയുന്നത് റെഫേഴ്സ് ടു എ ഡൈവേഴ്സ് സെറ്റ് ഓഫ് തിയറീസ് ആൻഡ് അപ്രോച്ചസ് ദാറ്റ് ബിൽഡ് അപ്പോൺ ഓർ ഡിപ്പാർട്ട് ഫ്രം ട്രഡീഷണൽ മാർക്സിസ്റ്റ് ഐഡിയാസ്. ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്സിസ്റ്റ് ഐഡിയാസിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്ന പലതരത്തിലുള്ള അപ്രോച്ചസും തിയറീസും ആണ് പോസ്റ്റ് മാർക്സിസത്തിൽ വരുന്നത്. അതായത് ക്യാപിറ്റലിസത്തിൻ്റെയും അതുപോലെ ക്ലാസ് റിലേഷൻസിൻ്റെയും ഒക്കെ തന്നെ ഒരു ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. ഒരുപാട് പോസ്റ്റ് മാർക്സിസ്റ്റ് തിങ്കേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഇപ്പോൾ പവർ, ഐഡൻറ്റിറ്റി, കൾച്ചർ, ഡിസ്കോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പറയുന്ന ക്ലാസിൻ്റെയോ ക്യാപിറ്റലിസത്തിലോ അവർ ഫോക്കസ് കൊടുക്കാതെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പവറിലും ഐഡൻറ്റിറ്റിയിലും കൾച്ചറിലും ഡിസ്കോഴ്സിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇഷ്യൂസിലേക്കാണ് അവർ കുറച്ചുകൂടി ഊന്നൽ നൽകിയത്. അതുപോലെ ട്രഡീഷണൽ മാർക്സിസ്റ്റിൻ്റെ നോഷൻസിന് പലരും ഇപ്പോൾ ക്ലാസ് സ്ട്രഗിളോ അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് എന്നൊക്കെ രീതിയിൽ പല രീതിയിലും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജെൻഡർ, റേസ്, ഗ്ലോബലൈസേഷൻ പോലുള്ള ഫാക്ടേഴ്സിലേക്ക് കുറച്ചുകൂടി അവർ ശ്രദ്ധ കൊടുക്കുകയും ഈ തരത്തിലുള്ള അതായത് നമ്മുടെ ക്ലാസ് സ്ട്രഗിളൊക്കെ കുറച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പോസ്റ്റ് മാർക്സിസ്റ്റ് തിങ്കേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തിയറീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി എന്താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് റെക്കഗ്നൈസസ് ഡൈനാമിക് സബ്ജക്ട് പൊസിഷൻ ഇൻ ഡിസ്കോഴ്സ് ഷേപ്ഡ് ഫാക്ടേഴ്സ് ലൈക്ക് ക്ലാസ്, ജെൻഡർ, റേസ്, നാഷണാലിറ്റി. സോ ട്രഡീഷണൽ മാർക്സിസ്റ്റിൽ നിന്നും കുറച്ചുകൂടി അവർ എന്ത് ചെയ്യുന്നത് പ്രയോറിറ്റൈസ് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് എംഫസൈസ് കോമൺ ഹ്യൂമാനിറ്റി. പോസ്റ്റ് മാർക്സിസം ഹൈലൈറ്റ്സ് ദ ഡിവിഷൻ വിത്തിൻ മോഡേൺ വെസ്റ്റേൺ സൊസൈറ്റി ബേസ്ഡ് ഓൺ സെക്ഷുവാലിറ്റി, റേസ്, ക്ലാസ് ആൻഡ് എത്നിസിറ്റി. അപ്പോൾ ഇതാണ് പോസ്റ്റ് മാർക്സിസം എന്ന് പറയുന്നത്.